ഒരു ഹബ്ബാണ് ഇവരുടെ. എവിടെയാണത്? അത് ഇതിന്റെ അടുത്തായിരുന്നു ഹബ്ബ് ഉണ്ടായിരുന്നത്. ആളൊഴിഞ്ഞ വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ. ആരുടെ ഈ പാർട്ടിക്കാണ്? ആ പാർട്ടിക്കാരുടെ ഹബ്ബാണ്. ഇനിയിപ്പോ ഇവര് പറഞ്ഞത് കാരണം ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ ഇതാരും പേടിക്കണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബെറിഞ്ഞു നശിപ്പിക്കും. പിന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. ശരി, ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചില്ല. ശരി, ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല, ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ്. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കും. പലരും പേടിച്ചിട്ടാണ് പറയുന്നത്. കാരണം ഇവരുടെ വീടുകളിൽ ബോംബെറിയും, ഇല്ലെങ്കിൽ വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കില്ല. എന്റെ പേര് സീന. മുൻപ് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്? ഉണ്ടായിട്ടുണ്ട്. ഞങ്ങള് ഇപ്പൊ ഇതിനു മുന്നിലാണ് ഒരാളെ വെട്ടിയിട്ട് കാല് വെട്ടിയിട്ട് BJP കാരണങ്ങൾ ഇതിന് വഴി പോകുമ്പോൾ കാലൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് സാധാരണക്കാരാണ്, ഞങ്ങൾക്ക് ജീവിക്കണം. ഈ മരിച്ചത് സാധാരണക്കാരനാണ്. അപ്പൊ ഞങ്ങൾക്ക് സാധാരണക്കാരുടെ ഒരു അവകാശമാണ് ഞങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ. ഞങ്ങളെ കുട്ടികൾ കളിക്കുമ്പോൾ ബോംബ് വീണിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾ എല്ലാവരും മനുഷ്യരല്ലേ. ബോംബ് വീണല്ലേ അയാളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കും. പറയണ്ടേ, എത്ര കാലം പറയാണ്ടിരിക്കും. ഫെലിക്സ് ആണ് വിവരങ്ങളുമായി. ഫെലിക്സ്, CPM-നെതിരെ രൂക്ഷമായ വെളിപ്പെടുത്തൽ എന്ന് തന്നെ പറയാൻ കഴിയുന്ന വാക്കുകളാണ്. ഇവർ അവിടെ താമസിക്കുന്ന ആളാണോ? മറ്റു വിവരങ്ങൾ കൂടി. രതീഷ, ഈ സ്ഫോടനം നടന്ന സ്ഥലത്തുനിന്ന് ഏതാണ്ട് 100 മീറ്റർ പോലും ഇല്ല ഇവരുടെ വീട്ടിലേക്കുള്ള സ്ഥലം. അപ്പോൾ ഇവർ അനുസരിച്ച് ഈ സ്ഥലത്ത് ഇത് ആദ്യമായിട്ടല്ല ബോംബ് നിർമ്മാണം നടക്കുന്നത്. നേരത്തെയും ബോംബ് നിർമ്മാണം നടന്നിട്ടുണ്ട്. ഇവർ ഇപ്പോൾ താമസിക്കുന്ന വീട് നേരത്തെ വാടകയ്ക്ക് കൊടുത്ത സമയത്ത് ആ വാടക താമസിച്ചിരുന്നവർ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ബോംബ് ഉണ്ടായിരുന്നു എന്ന്. പിന്നീട് അത് പാർട്ടി പ്രവർത്തകർ എടുത്തു മാറ്റി, പോലീസിനെ അറിയിക്കാതെ എന്നടക്കമുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തലാണ് യുവതി നടത്തുന്നത്. അതായത് ഈ സ്ഥലം, അതായത് ഈ ബോംബ് സ്ഫോടനം നടന്ന കുടക്കളം എന്ന സ്ഥലം, വെരഞ്ഞോടി കുടക്കളം എന്ന സ്ഥലം CPM-ന്റെ ശക്തി കേന്ദ്രം.